സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് മൂകാംബിക ദർശനം കഴിഞ്ഞിട്ട് ഞാൻ നടന്നു വരുമ്പോഴാണ് ഒരു സ്റ്റോളിൻ്റെ സൈഡിലായിട്ട് ദേവിയുടെ ഫോട്ടോ അതിൻ്റെ അടുത്തായിട്ടൊരു ബുക്കും കാണുന്നത്. ഈ ബുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നാൾ യൂട്യൂബിലൊക്കെ നോക്കി നടന്നിരുന്ന കിട്ടാത്ത മൂകാംബി ദേവിയുടെ ഡയറി 2026 അത് യൂട്യൂബിലേക്ക് ഒരുപാട് റിവ്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂകാംബി അമ്പലത്തിൻ്റെ കൊല്ലൂർ എൻ്റെ അകത്തുള്ള ലഡു കുങ്കുമൊക്കെ ഇട്ട സ്റ്റോളിൽ വെച്ച് അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ബുക്ക് സ്റ്റോളിൽ ഇന്നത് യാദൃശ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ബുക്ക് തുറക്കുമ്പോൾ തന്നെ അയ്യപ്പ സ്വാമിയുടെ നല്ലൊരു ഫോട്ടോ ഉണ്ട്, ഗണപതി ഭഗവാന്റെ ഫോട്ടോ ഉണ്ട്, ശ്രീ മൂകാംബി ദേവിയുടെ സ്തോത്രങ്ങളുണ്ട്, ദേവിയുടെ തന്നെ ഒരു പെൻസിൽ ഡ്രോയിങ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ലാത്തതെന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ളതും അറിയാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള പൂജാ സമയങ്ങൾ. ഈ പൂജാ സമയം നമ്മൾ അമ്പലത്തിൽ കയറുന്ന വഴിയിലും അമ്പലത്തിൻ്റെ അകത്തും വീരഭദ്രൻ്റെ അടുത്തായിട്ട് അതിന് കൗണ്ടറിൻ്റെ സൈഡിൽ നമ്മൾ ഊണിയിക്കാൻ പോകുന്നവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ ഉത്സവങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 36 തലമുറകളായിട്ട് അമ്മയെ സേവിക്കുന്ന ആചാര്യന്മാരുടെ ഇപ്പോഴത്തെ 3 തലമുറയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനുശേഷമാണ് ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് SMDTനെ പറ്റി പറയുന്നത്. അവർ 2022 തുടങ്ങി 5ാമത്തെ വർഷം എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനത്തും വിവിധ വിദേശ രാജ്യങ്ങളിൽ SMDTയുടെ പ്രവർത്തകരുണ്ട്. അപ്പോഴാണ് ഈ ഡയറി തയ്യാറാക്കിയിരിക്കുന്നത് SMDT എന്ന് പറയുന്ന ശ്രീ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കർണാടക മൂകാംബിക ദേവസ്വം ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ മലയാളികൾ തന്നെ മലയാളികൾക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടായിരിക്കും കടവയിലെ ആൾക്കാർ ഇതിന് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. കാരണം മൂകാംബിയിലെ ഒരു 80 മുതൽ 90% വരെ അവരുടെ ബിസിനസ്സെല്ലാം തീർത്ഥാടകരായ മലയാളികളിൽ നിന്നാണ്. പക്ഷെ അവിടെ തന്നെ ഇത് അധികം അവരിതിനെപ്പറ്റി ഫോക്കസ് ചെയ്തില്ല. ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഞാനത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ പോയപ്പോഴത് കണ്ടുപിടിച്ചാൽ ഇന്നടുത്ത് എൻ്റെ സ്റ്റോക്ക് തീർന്നതിനെന്തെങ്കിലും അവർ പറഞ്ഞേനെ. ആർക്കും അതിനെപ്പറ്റി താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതിൽ ഡയറി മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രസ്റ്റിലെ ആൾക്കാരുടെ അവർ കുടജാദ്രിയിൽ പാരമ്പര്യ രീതിയിൽ പോയതും പോയ വഴികളിൽ സഞ്ചരിച്ചതും അതിൻ്റെ ഫോട്ടോസും അതേപോലെ സർവജ്ഞ വീടത്തിൽ ഒരുമിച്ചുള്ള ഫോട്ടോസ്, ഒരുപാട് പരിപാടികൾ പങ്കെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അവാർഡ് കൊടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദക്ഷിണാമൂർത്തിയിൽ ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ കാലഭൈരവർ, അഗസ്ത്യ ഋഷി, പിന്നെ ദൂതഗുരു പരശുരാമൻ, ലളിത ത്രിപുര സുന്ദരി, അതുപോലെ ബാലത്രിപുര സുന്ദരി, അങ്ങനെ ഒരു ശ്രീ ഹനുമാൻ, ഗായത്രി ദേവി, അവസാനം മൂകാംബി ദേവിയുടെ നല്ലൊരു ഡ്രോയിങ്ങിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗണപതി ദേവൻ്റെ ഫോട്ടോയും ഉണ്ട്. അത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങുന്നത്. സാധാരണ ഒരു ഡയറി, സ്റ്റാൻഡേർഡ് ഡയറി കവർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. നമ്മുടെ വാട്ടർ കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ, പവർ കണക്ഷൻ, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് കാർഡ്, പാസ്പോർട്ട് നമ്പർ, റിന്യൂവൽ ഡേറ്റ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, വണ്ടിയുടെ നമ്പർ എല്ലാം ഇതിലുണ്ട്. അതിനുശേഷം 2026, 2027 കലണ്ടറുണ്ട്. പിന്നെ 2026 ഓരോ മാസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പേജുണ്ട്. അതിനുശേഷം കേരള ഗവൺമെൻറ് 2026 ലിസ്റ്റ് ചെയ്യുന്ന ഹോളിഡേയ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺടാക്ട്, നമ്മുടെ ആംബുലൻസ്, ഡോക്ടർ, ഹോസ്പിറ്റൽ, ബ്ലഡ് ബാങ്ക്, അങ്ങനത്തെ ഡീറ്റെയിൽസ്. അതേപോലെ ഡ്യൂ ഡേറ്റ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഹൗസ് ലോൺ, മോട്ടോർ ലോൺ, പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ, അതെല്ലാം രേഖപ്പെടുത്താനുള്ള കോളമുണ്ട്. അതിനുശേഷം ശങ്കരാചാര്യർ മുതൽ ഏകദേശം ഒരു ശ്രീകൃഷ്ണൻ, വിഷ്ണു, ഒരു 12ഓളം ദേവതമാരുടെ സ്തുതികളുണ്ട്. പിന്നെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശങ്കരാചാര്യരുടെ ആഗമനം, ഉപദേവതമാർ, സൗഭർദ്ദയും മറ്റ് തീർത്ഥങ്ങളും, കുടജാദ്രി, അമ്പലത്തിൽ അവിടെ എവിടെ ആദ്യം തൊഴണം, ഉത്സവങ്ങൾ, ദർശനക്രമം, ഉപസ്ഥലങ്ങൾ, ക്ഷേത്രത്തിൽ പ്രധാന സേവാ വിവരങ്ങൾ, ഇതെല്ലാം കൊടുത്ത ശേഷം ഉത്സവ വിവരണമുണ്ട്. ഓരോ ഉത്സവത്തെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഏത് മാസത്തിൽ വരുന്നു ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിൻ സമയം, ഇവിടെ വന്ന് പോകാൻ വേണ്ടി ആൾക്കാർക്ക് റെഡി റെക്കണറാണ്. ട്രെയിൻ സമയം കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്ന്, എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരങ്ങൾ, ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ബൈന്ദൂർ, കുന്താപുര, മുരുടേശ്വരി പോകുന്ന ദൂരങ്ങൾ. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലക്ഷറി, സെമി ലക്ഷറി, സ്റ്റാൻഡേർഡ്, നോർമൽ ഹോട്ടൽസിൻ്റെ പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സേവാ ഡീറ്റെയിൽസ്, ഇത് അവിടെ എഴുതി വെച്ചിട്ട് അതിന് ശ്രദ്ധിക്കാറില്ല. ഓരോ പൂജയുടെയും എത്ര രൂപ വില വിവരം കൊടുത്തിട്ടുണ്ട്.
പിന്നെ ശ്രീ മൂകാംബിക സങ്കല്പ മന്ത്രമുണ്ട്, ക്ഷമ പ്രാർത്ഥനയുണ്ട്, ഓരോ സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ തന്നെ സർപ്പൻ, ഓരോ ദൈവങ്ങളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 3D പിക്ചർ ആണെങ്കിൽ തന്നെ വലിയ നല്ല രീതിയിൽ അമ്പലത്തിൻ്റെ മുൻഭാഗത്തെ കൊടിമരവും അതേപോലെ തന്നെ വിളക്കിൻ്റെയൊക്കെ പടമുണ്ട്. ശൃംഗേരി അടുത്ത മഠാധിപതി ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ മാസത്തിലെ മാസോത്തമുള്ള ദേവതന്മാരുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് അവസാനിക്കുന്ന പേജെത്തുമ്പോഴും അവിടെയും ശ്രീ ലളിതാംബിക, അർദ്ധനാരീശ്വരൻ, ശ്രീ ഗുരുവായൂരപ്പൻ അവരുടെയൊക്കെ ചെറിയ ശ്ലോകങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സരസ്വതിയുടെ ഒരു പടമുണ്ട്. മൂകാംബിക അമ്പലത്തിനകത്തുള്ള ബലിക്കല്ലിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ രാത്രി വിളക്ക് തെളിക്കുമ്പോൾ കൊടിമരുന്ന് അതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂകാംബിക അമ്പലത്തിൻ്റെ വലിയൊരു പടത്തിലാണ് ഈ ഡയറി അവസാനിക്കുന്നത്. തികച്ചും വാങ്ങേണ്ട ഒരു ഡയറിയാണ്. ഫോൺ നമ്പർ ഇതിലുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു ഇൻഫർമേഷനാണ് ഇത് കിട്ടിയത്. മൂകാംബിക പോകേണ്ട ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം ഇതിലുണ്ട്. നിങ്ങളും വാങ്ങുക.